പത്രോസ് വെള്ളത്തിൽ നടന്നപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് കണ്ണു മാറ്റിയത് കൊണ്ടായിരിക്കും താണുപോയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. രണ്ടുപേരും എന്നോട് പറഞ്ഞു സ്ഥാനപ്പെടണമല്ലോ. എവിടെയാണെന്ന് ചോദിച്ചാൽ കടലിലാണ്. ഞാൻ പറഞ്ഞു അയ്യോ കടലിലെങ്ങനെ സ്ഥാനപ്പെടുത്തു? പറഞ്ഞേ അവർ പറഞ്ഞു കടലിപ്പോൾ വളരെ ശാന്തമായി കിടക്കുകയാണ്. അവർ കടലിനടുത്തുള്ള കടലിന് എല്ലാ അവസ്ഥയും അറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ കടലിൽ ഒരു ചാതുതയും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ മക്കളെ വിളിച്ച് പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോൾ അവൻ എപ്പോഴും ഭൂമി അറിയുന്ന ദൈവനാമം കൃഷിക്കും, അതുകൊണ്ട് ആ പദ്ധതി അങ്ങ് മാറ്റണം. അവർ കടലിനടുത്ത് വന്ന് രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷം അവരവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ഒക്കെ. അപ്പോൾ അവർക്ക് രാപാൽ എന്തായാലും ദൈവം എന്നെ ഈ കടലിൽ നമ്മൾ നടക്കുമ്പോൾ കുറച്ച് വിവരങ്ങൾ മലത്തി മുക്കിയെടുക്കണമെങ്കിൽ വെള്ളം ശരിക്കും വേണം. ഞാൻ വിചാരിച്ചു ഇരുന്നാലും ഒക്കത്തില്ല, ഒന്നും ഒക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ഞാൻ പിന്നെ വിചാരിച്ചു അരയ്ക്കൊരു കയറ് കെട്ടി എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്താൽ പുള്ളിക്കാരി ഞാൻ താണുപോകുമ്പോൾ പിടിച്ചു കയറ്റുമല്ലോ എന്ന് വിളിച്ച് നമ്മളെ പല കാര്യങ്ങൾക്കും അത്ര വലിയ വീരന്മാരായ വിശ്വാസികളല്ല, വിശ്വാസമല്ല. പക്ഷെ ഞാൻ നടന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. കടലിൻ്റെ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് എത്രയും വെള്ളം കിട്ടിയത്. അവിടെ ചെന്ന് രണ്ടുപേരെയും സ്ഥാനപ്പെടുത്തിയതിന് ശേഷം ദൈവം എന്നെ ഒന്ന് പരീക്ഷിച്ചു. ഒരു വലിയ തിരമാല വന്നെന്നെ അടിച്ചു, എൻ്റെ കാല് പതിഞ്ഞു. അന്നേരം എൻ്റെ ഹൃദയത്തെ ദൈവം പറഞ്ഞത് നിന്റെ സാധനം നിന്റെ അല്ല, ഇത് ദൈവ കൽപ്പനയാണ്. നീ അത് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അതിനെ നിന്നെ സംരക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അവിടെ അയച്ചു. മനോഹരമായ സാധനം നടന്നു. ഞാൻ പറഞ്ഞത് നമ്മളെ ഓരോ കാലഘട്ടത്തിൽ കൂടെ മുമ്പോട്ട് വിടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള വില അറിയുന്നത്. ഹല്ലേലൂയ. എനിക്ക് സ്വന്തം ചിലർക്കറിയാം, ഞാനൊരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ വെളിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനമൊക്കെ ദൈവം കൊടുത്തു. ഒരു പുതിയ ബൈബിളുമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവിൻ്റെ സാക്ഷിയായി തീരുന്നു എന്ന് കേൾക്കുവാൻ പുള്ളിക്കാരി വേണം. അങ്ങനെ ഞാൻ കുമ്മനാട് കൺവെൻഷന് പോയി ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചു. ലോകത്തിൽ എല്ലാം പോകാൻ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്. അങ്ങനെ ആയപ്പോഴേ കൊറോണ വന്നു. നമ്മുടെ മീറ്റിംഗ് എല്ലാം ഓൺലൈനിൽ കൂടെ ആക്കി. അപ്പം ദൈവം എന്നോട് പറഞ്ഞു ഇതാണ് നിന്റെ കുഞ്ഞൻ. ഞാൻ അമേരിക്കയിലുള്ള സഹോദരന്മാരെ വന്നിട്ട് പറഞ്ഞു ചോദിച്ചതിൻ്റെ പ്രസംഗം ഞങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അമേരിക്ക വരെ ദൈവീക ആലോചന അറിയിക്കാനുള്ള അവസരം ദൈവം നൽകി തന്നു. എനിക്ക് ആയുസ് തിരിച്ചു കിട്ടി. ആ ഓപ്പറേഷനിൽ എന്നോട് കൂടെ ഓപ്പറേഷൻ ചെയ്ത പലരും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ പല രോഗങ്ങളാൽ പിടിക്കപ്പെട്ടു. എനിക്ക് അങ്ങനെയുള്ള പ്രയാസമൊന്നും ഉണ്ടായില്ല. ഞാനിപ്പോഴും ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും പ്രസംഗിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പ്രസംഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും എനിക്കില്ല. അപ്പോൾ അവരൊക്കെ വിചാരിച്ചത്, എൻ്റെ വിശ്വാസികൾ തന്നെ വിചാരിച്ചത് എൻ്റെ ശബ്ദമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇനി ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവിൻ്റെ ആയുസ് വന്നു. കർത്താവിൻ്റെ വേല ഇപ്പോഴും വളരെ ശക്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും ഞങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തെ അറിയിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ വായിക്കാം. റോമർ 12-ന്റെ 1 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. 1-2 വിഷയങ്ങളാണ് അതിനകത്ത് വന്നത്. ഒന്ന്, നമ്മൾ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന എല്ലാവരും ആരാധിക്കുന്നവരാണ്. എല്ലാവരും അതാത് നിലയിലാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ദൈവസന്നിധിയിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം
എനിക്കൊരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. ആ പ്രാർത്ഥനാ സ്ഥലത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ, ഒരു ദൈവമക്കൾക്ക് മേളിലോട്ട് നോക്കിയാൽ ആകാശവും താഴോട്ട് നോക്കിയാൽ ഭൂമിയും, പിന്നെ നടുക്ക് നീ ദൈവമല്ലാതെ ഒരു അവർക്കില്ല. അവർക്ക് മെഴുകുതിരിയില്ല, അവർക്ക് മറ്റൊരു ഫോട്ടോ കാണാനില്ല, അവർക്ക് ഒന്നും അവസരം. അവർ കണ്ണടച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ച അന്നേരം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന 84-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരിക്കലൊരു വീടും വീവൽ പക്ഷിക്കൊരു കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവ്, എൻ്റെ ദൈവമാണുള്ളതേ, നിന്റെ യാഗപീഠങ്ങളല്ലാതെ ദൈവമക്കൾക്ക് മറ്റൊരു വഴിയുമില്ല. ഞാൻ ചില സ്ഥലത്തില്ലെന്നല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ വാസ്യവത്തിന് ഞാൻ പറഞ്ഞു, ദൈവദാസന്മാരും വീടുള്ളവരായി തീരണം ദൈവമക്കള്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ബന്ധുക്കോസ് ദൈവസഭയിൽ ഒരു ഭരണഘടന വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ മരിച്ചാൽ പാസ്റ്ററുടെ ഭാര്യയോ മറ്റാരോ ആ സ്വത്തിന് യാതൊരു അവകാശവും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഉരുകിലൊരു വീടും വീവൽ പക്ഷിക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടില്ല. ഇതിനിടയ്ക്കാണ് അങ്ങനെ ഒരു വിശ്വാസി മരിച്ചത്. അവിടെ വിശ്വാസികൾ മരിച്ചാലൊന്നും നമുക്ക് അടക്കാനൊന്നും ചെല്ലാനൊന്നും പറ്റത്തില്ല. അവർ തികച്ചിട്ട് കളഞ്ഞേച്ച് അവര് പറഞ്ഞു, 2 പെൺപിള്ളേരുണ്ട്, അവരോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോകരുത്, അവര് വരുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. അപ്പോൾ നമ്മളെ എന്തെങ്കിലും പരുവക്കേട് നമ്മളെ ഈ ദൈവം കണ്ടുകൊണ്ട് വരുത്തില്ല. വന്നാൽ ആശ്രയമൊന്നുമില്ല. ഒരു പ്രസ്ഥാനങ്ങളും നമ്മളെ ഒരാശ്രയവും തരുത്തില്ല. നമ്മുടെ സമയ സണ്ടിൽ ഒരു ഉപദേശം മരിച്ചു കഴിഞ്ഞാൽ വാടക വീടായിരുന്നു. മരിച്ചോടെ കൂടി അടക്കി 2-ാം ദിവസം പോയി വാടക കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ദിവസം ചെല്ലുന്തോറും ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തി ജീവിപ്പിക്കണമേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ഒരു പാട്ടിന്റെ ചില അടികൾ പാടാൻ ഞാൻ പറയാം. പൂനാ പട്ടണത്തിൽ നിങ്ങളൊക്കെ വന്നത്, നിങ്ങളെയൊക്കെ അനുഗ്രഹിച്ചത്, ഭവനം തന്നത് ഒന്നും നമ്മളാരും ചിന്തിച്ചു പോലുമില്ല. എന്നിട്ടോ എന്നെ തിരഞ്ഞെടുക്കുവാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ തിരഞ്ഞെടുക്കാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, ഹൃദയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, ഹൃദയൊന്നു മാത്രം യേശുവേ. സ്തോത്രം. നമ്മള് വായിച്ച വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ വായിക്കുന്നത്, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ സമർപ്പിക്കാം. ദൈവത്തെ പ്രസാദപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ദൈവസന്നിധിയിൽ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും സാക്ഷീകരിക്കുകയും ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. ഈ കയീന് 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം കൂടെ വായിക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്
അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവന്റെ വഴിപാടിനും അടുത്ത നാല് വായിക്കാൻ സമയം കാണുന്നെത്തുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ഭാവം. എന്നാൽ കയ്യിന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ദൈവദാസൻ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച ശ്രദ്ധിക്കണം. പ്രത്യേക തേജസ് ഉണ്ടാകും. അദ്ദേഹം ആരാധിച്ചോ ആരാധിച്ചില്ലയോ എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഉണ്ടാവും. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോട് ദൈവത്തോട് സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ല. അവൻ ആത്മീയ മർമ്മങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു. അത് അവന്റെ ജീവിതത്തിൽ ആത്മീയ വർധന ഉണ്ടാക്കുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ് ആയിരുന്നെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്ര വലിയ തേജസ്സാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷ വേഗത്തിൽ നീക്കം വന്നെങ്കിൽ നീക്കം വരാത്ത തേജസ്സാണ് ആത്മാവിന്റെ ശുശ്രൂഷ. ഇത് നമ്മൾ തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ സംസാരിക്കും. നമ്മുടെ ഹൃദയം എത്ര, ഹല്ലേലൂയ, ഒരു സൗന്ദര്യം ഇല്ലാത്തൊരു വ്യക്തി ദൈവത്തെ ആരാധിച്ചിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ണാടി ചെന്ന് നോക്കിയോ, പ്രത്യേക ഒരു തേജസ് നമ്മളിൽ കാണും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ വസിക്കുന്നത് തേജസ്സാണ്. ഇന്ന് വായിച്ച വാക്യ സങ്കീർത്തനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശതരായി അവരുടെ മുഖത്തിയില്ല. അപ്പം ഹാബേലിന് എന്റെ ദൈവത്തെ ഒന്ന് മനസാക്ഷി യുഗത്തിലാണ്, വഴികളൊന്നും എഴുതപ്പെടാത്ത കാലഘട്ടത്തിലാണ്. എങ്ങനെ മനസാക്ഷി കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹാബേല് അറിഞ്ഞ സത്യത്തിനനുസരിച്ച് ദൈവത്തെ പ്രസാദപ്പെടുത്തണമെന്ന് അവന് തോന്നി. കയ്യിൻ അങ്ങനല്ല. ശ്രദ്ധിച്ചേ, കയ്യിൻ ഈ ഹാബേൽ ആരാധിച്ചപ്പോൾ നൃത്തമൊക്കെ ചെയ്ത് കാണും, വളരെ സന്തോഷം ഉണ്ടായി കാണും, മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു കാണും. ഹല്ലേലൂയ, സ്തോത്രം. ഈ കയ്യിൻ ഹാബേലിന്റെ മുഖത്ത് നോക്കി. അപ്പോഴെന്തുവാ ഹാബേലിന്റെ മുഖത്ത് നോക്കിയപ്പോ കയ്യിന് എന്താ സംഭവിച്ചെന്ന് അറിയാവും? ദേഷ്യമുണ്ടായി. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവം ഹാബേലിന് കയ്യിനോട് ചോദിക്കും, നീ എന്തുകൊണ്ട് കോപിക്കുന്നു കയ്യിനെ? നിനക്ക് അവനെ പോൽ ആരാധിക്കാനുള്ളതായ ദൈവത്തെ പ്രസാദപ്പെടുത്താനുള്ള സമയം ഞാൻ നിനക്ക് തന്നിരുന്നു. നീ അതെന്ത് ചെയ്തില്ല? വിനിയോഗിച്ചില്ല. ദൈവങ്ങളെ ഞാൻ പറയാം, ഇവിടെ വായിച്ച വാക്കുകളുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്ത് ചെയ്യണം? നമ്മള് ആരാധന. ഞാൻ അന്നേരം പെട്ടെന്ന് ഓർത്തു, എന്റെ പിതാവൊക്കെ ഈ ഞായറാഴ്ച സഹായത്തിന് പോകുമ്പോൾ ശനിയാഴ്ച തുണിയൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കും. അമ്മയാണെങ്കിൽ ചട്ടയും മുണ്ടൊക്കെ അലക്കി നല്ല നീലമൊക്കെ മുക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഞായറാഴ്ച അവര് ഇത് തേക്കാനോ ഇതിന് ഒരുങ്ങാനോ ഒന്നും പോകത്തില്ല. അപ്പൊ ആരാധന തുടങ്ങുന്ന എവിടാന്ന് അറിയാവോ? ശനിയാഴ്ചയാണ്. ഹല്ലേലൂയ. ഈ ശനിയാഴ്ച എല്ലാം ഒരുക്കിയില്ലെങ്കിൽ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു 10 രൂപ നോട്ട് ഒരു ഓട്ടോക്കാരനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സാറേ ഇത് വാങ്ങെടുക്കത്തില്ല, കിഴിഞ്ഞതാ. കാര്യം എന്തുവാ? ഈ സ്വക്രാന്റെ പത്രത്തിലുള്ള ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, സ്വത്രം. നമ്മൾ ഈ സ്വത്ര കാഴ്ചയൊക്കെ ഇടുക എന്ന് പറയുന്നത് ആരെ പ്രസാദപ്പെടുത്താനാണ്? ദൈവത്തെ. ദൈവം പറഞ്ഞു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ ഞാൻ നിങ്ങൾക്ക് അളന്ന് നിങ്ങളെ മടി. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും മടി അറിയാവോന്ന് തോന്നില്ല. ഞാൻ അമ്മച്ചിമാരൊക്കെ ഒരു മുണ്ടുകൊടുക്കും, മുണ്ടുകൊടുത്തിട്ട് ഇങ്ങനൊരു മടി. ആ കടയിലോട്ട് ചെന്ന്, ഞങ്ങളവിടെ ജോർച്ചാന്റെ ഒരു കടയുണ്ട്, അവിടെ ചെന്നേച്ച് പറയും, ഒരു മക്കാരി എന്നിട്ട് ഈ തുണി ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഉടനെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി അങ്ങ് പോയാൽ അന്നും പ്ലാസ്റ്റിക് ഇല്ല,
കൊട്ടയില്ല വട്ടിയില്ലാത്തൊരു കാലഘട്ടമാണ്. ആ സ്വത്രം ആ അമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് കൊട്ടയിൽ തരാമെന്നല്ല, നിന്റെ മടിയിൽ തന്നെ ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. മടി മേടിച്ചിട്ടുള്ള സഹോദരന്മാര് പിടിരിപ്പുണ്ട്, സഹോദരന്മാരുമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അർപ്പിക്കുന്നത് സ്വർഗം അവിടെ കാണുന്നു. അത് ഹല്ലേലൂയ, ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ കയ്യിൽ അത് തരും. ഈ കീറിയ നോട്ടൊക്കെ നമ്മളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ മേടിക്കണ്ട. നമ്മളെ കൊടുത്തത് അതാ. അതുകൊണ്ട് നമുക്ക് എന്തുവാ, പിന്നെ അത് കളയാനേ ഉള്ളത്തുള്ളൂ. കാരണം ആരെയും നമ്മളെ പറ്റിക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തെ പറ്റിച്ചു. ദൈവം നമ്മളെ എന്ത് ചെയ്തു? പറ്റിച്ചു. ഇപ്പൊ നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രസാദപ്പെടുത്തണം. ലോകത്തിൽ ആരെയും പ്രസാദപ്പെടുത്തിയില്ല. നിങ്ങളുടെ ആരാധന സ്വർഗം പ്രസാദിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഭാഷ പറഞ്ഞു അന്യഭാഷയിൽ സംസാരിച്ചേ മതിയാവൂ. ഈ ആരാധന ശരിയായില്ലെങ്കിൽ വരാൻ പോകുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? ദേഷ്യമുണ്ടാവും. ഭാര്യയും ഭർത്താവ് ആരാധിച്ച് രണ്ടുപേരും ഒരുപോലെ ആരാധിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഭർത്താവ് ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാവും. ഞാൻ ഇത് അമ്മ പറഞ്ഞത് സ്വത്രം എന്താ ഈ ആരാധന. അത് മനസ്സിലായത്, കുറച്ചുകൂടെ മനസ്സിലായത് ഈ 2 വർഷക്കാലം ഞങ്ങളുടെ സഭയിൽ ഇരിക്കാൻ വയ്യാത്ത പോലെ ആളുകളുണ്ട്. 2 വർഷത്തെ ആരാധനയിൽ ഓരോ വിഷയങ്ങൾ കത്തി പോയി അവർ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നത്. പക്ഷെ കത്താതെ വന്നപ്പോ അവര് പണ്ടത്തെ വഴിയിലേക്ക് പോയി. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമല്ല. നമ്മുടെ സകല രീതിനാൽ കത്തിയെരിഞ്ഞ് പോയി. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്നത്, നമുക്ക് വണ്ടി ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ആത്മാവിലാൽ കഴുകപ്പെട്ടവരാണ്. നമ്മൾ ഈ ദുഷ്ടലോകത്തിലാണ് ആയിരിക്കുന്നത്. ദേഷ്യമുണ്ടാകും, കോപമുണ്ടാകും, മറ്റുള്ളവരോട് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുന്നിരിക്കാം. ചിലപ്പോൾ സഭയിൽ നമ്മൾ വിചാരിച്ച പലരും നമുക്കെതിരായിരിക്കാം. പക്ഷേ അതൊക്കെ ലോകത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. എന്നാലും എന്റെ ദൈവത്തെ മാത്രമേ എനിക്ക് പ്രസാദിപ്പിച്ചാൽ മതിയെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്തുവെന്ന്, കർത്താവേ, 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്തുവാ? നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അവൻ നിനക്ക് തരും. പലതും ഇന്നും തന്നിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് എനിക്ക് തരണം. അതുകൊണ്ട് ഞാൻ ഈ വയസ്സൊന്നും വിശ്വസിക്കുന്നില്ല. വയസ്സ് സത്യമാണ്, നമുക്കിപ്പോ ഗവൺമെന്റ് ജോലിയൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം 103 പറയുന്നത് എന്തുവാ? നിന്റെ യൗവനം കഴുകനെ പോലെ വരത്തക്കവണ്ണം ദൈവം നിന്റെ വായനയിൽ. അതുകൊണ്ട് ഷുഗറൊന്നും വെച്ചുകൊണ്ട് ആരും ആഹാരമൊന്നും കഴിക്കാതിരിക്കരുത്. യൗവനം പോകും. അല്ലെങ്കിൽ എന്റെ പ്രായക്കാരൊക്കെ ഇങ്ങനെ കുഞ്ഞു വടിയല്ലാണ്. അതിന് കാരണം എന്താണെന്നറിയാവോ? ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞെന്താ പറയുക, ബീഫ് കഴിക്കുകയാണെങ്കിൽ തോന്നി കൊടുക്കണം, ഒരു കഷ്ണമേ കഴിക്കണം. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ബീഫായിരുന്നു, 3-4 കഷ്ണം കഴിക്കുക. ഭാര്യ എപ്പോഴും പറയും, ഇനി ഒന്നുകൂടെ കീറാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു, കീറിയാലും കീറിയാലും എനിക്ക് കർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെ കാണാനുണ്ട്. അതുകൊണ്ട് എന്റെ ദൈവം എന്റെ ആയുസ്സിനെ നിർത്തും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഷുഗർ രോഗികളൊന്നും ആഹാരം കഴിക്കാതിരിക്കരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വിലപ്പെട്ട ദേവദാസന് രക്തമില്ലാതെ വന്നു. ആഹാരം കഴിക്കത്തില്ല, പേടിച്ച് ഷുഗറാണെന്ന് പറഞ്ഞു. ശരിക്കും കഴിച്ചോ? ഇല്ല. പിന്നെ വാട്സപ്പിൽ കൂടെ പറഞ്ഞു, രക്തം എല്ലാവർക്കും എന്നെ രക്തം ആവശ്യമുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അമ്മേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഭാഷ രക്തം പേടി, ചത്തു പോകുന്നു, ഷുഗർ വന്നു, ഷുഗർ വന്ന കിഡ്നി പോകും, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണം കർത്താവിനോട് പറയണം, ദൈവമേ, എനിക്ക് നീ തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിക്ക് തന്നില്ല. എന്റെ പൗലോസിനോടല്ല പറഞ്ഞത്, ദുഷ്ട മനുഷ്യനായത്. കടലിൽ നിന്ന് കയറി വന്നപ്പോ പാമ്പ് താണ്ട കടിച്ചു.
പക്ഷേ അതിനെ പൗലോസ് കുടഞ്ഞ് എന്ത് ചെയ്തു? തിരിക്കകത്തോട്ട്. പിന്നെ പറഞ്ഞു ദേവനാണ് കാര്യം. ആ പാമ്പ് അടിച്ചാൽ പൊട്ടിപ്പോയി. ദൈവമക്കളെ, നമുക്ക് നീതിമാന്റെ അനർത്ഥങ്ങൾ എന്താ? ഞാൻ അത് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിചാരിക്കരുത്, അമിത വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഈ ആക്സിഡന്റ് മരണമൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നടക്കുമ്പോ കാര്യം ദാവീദ് പറഞ്ഞു, ഭാവിയോടുകൂടല്ല പ്രാണനെയും രക്തപാതകന്മാരോടുകൂടല്ല ജീവനെയും സംഹരിക്കല്ലേ ദൈവമേ. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ വായിക്കുന്നവൻ. നമ്മുടെ നന്മ, നമ്മൾ മുടക്കിയ നന്മ ഒരാൾ കൈവച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ കരയുമ്പോൾ ആ കരച്ചിൽ ദൈവം കേട്ടവൻ. അതുകൊണ്ട് ഞാൻ പറയാം, ഹല്ലേലൂയ, അവൻ കോപിച്ച് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. നിങ്ങൾ വാഹനമുള്ളവരാണല്ലോ, എടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ യാത്രയിലാക്കിയത് ദൂതനെ ഞങ്ങൾക്ക് അവരെ എനിക്ക് ഒരു നികളവുമില്ല. ഹല്ലേലൂയ, നമ്മളെല്ലാ ദിവസവും ഞാനൊരു ദൈവമക്കള് ഇവരെ തന്നെ അല്ല ആരാധന എപ്പോഴും ആരാധിക്കാം. കാറിൽ പോകുന്നവരും ദൈവത്തെ ആരാധിക്കാം, വീട്ടിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാം, അടുക്കളയിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ നടന്ന പ്രാർത്ഥിക്കും. അത് ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് സമയം നിന്ന് അവിടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇവിടുന്ന് ഒരു സഭ ഉണ്ടാകണം, ഇവിടെ ആത്മാക്കൾ വിളിക്കപ്പെടണമേ. കാരണം നമ്മൾ അവിടെ ബസ് കിട്ടാൻ താമസിച്ചത് ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശം കാണും. അതുകൊണ്ട് അവിടെ നിന്നോണ്ട് പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കാം. അടുക്കളയും മാവ് ഒഴിക്കുന്ന തൊട്ടി ദൈവം അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ ദൈവം വരണം. നിന്റെ സകല കാര്യത്തിലും കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ സങ്കീർത്തനം പറയുന്നുണ്ടോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു വാതയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. കൊറോണ എറണാകുളത്ത് കൊറോണ കൂടിയെന്ന് പറയുന്നത്. അത് വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരോധനാജ്ഞയായിരുന്നു, പ്രായമുള്ളവർ പുറത്തിറങ്ങരുത്. ഞാൻ ആ വേലിയൊക്കെ ചാടി പോവായിരുന്നു. എനിക്കവിടെ ശ്വാസം മുട്ടുമല്ലോ, അവിടെ എത്ര നേരമായിരിക്കുന്നു. പക്ഷേ ഈ സങ്കീർത്തനമായിരുന്നു, ഞാനത് വായിച്ചു. ഒരു വിട്ടോല്ല. നീതിമാന്റെ അനർത്ഥം എല്ലാറ്റിനും എന്ത് ചെയ്യുന്നു? അവനെ വഴി വെച്ച് ദൈവം കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. പോട്ടെ, ഞാൻ ആ ഭാഗത്ത് ഇന്ന് എന്തൊക്കെയാ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ഭാവിയോടുകൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാനും ദുഷ്ടനും തമ്മിലൊരു വേർതിരിവ്. നമ്മള് ദൈവത്തിന്റെ മക്കളാ. ഗലാത്യലേഖനം പറയുന്നത്, അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ വഴിക്ക് വെച്ച് നശിപ്പിക്കാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്ന മുമ്പ് ദൈവദാസൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ, ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചോണ്ട്, ഞാൻ ആ സാക്ഷി കേട്ടിട്ടുണ്ട്, എല്ലാം ക്രമീകരിച്ച് വെച്ച് മരിച്ചാണ്. ഹല്ലേലൂയ. അല്ലാതെ ഹല്ലേലൂയ പിന്നെന്താണ്? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കണം. ചിലരൊക്കെ കിടക്കുന്ന ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നത്. കഷ്ടം അനുഭവിക്കുന്ന ഒരു ഭാഗ്യമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് ക്രമീകരിക്കാനും അതിന് കുറച്ച് സമയം ദൈവം നമുക്ക് തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയുടെ ദൈവത്തിന് വേണ്ടി അവൻ നമ്മളെ ഗുണത്തിനായിട്ട് യാക്കോബ് പറഞ്ഞിരിക്കുന്ന, ഒരു മനുഷ്യനെയും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പിന്നെന്താ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, അത് നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ്. ഹല്ലേലൂയ. ഓശോയോട് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കലും നിന്റെ നേരെ ഒരുത്തരും നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ പട്ടണത്തിൽ ചെന്നപ്പോ തല്ലുകൊണ്ട് എന്താ കാര്യം? നിന്റെ നടുവിൽ ഒരുത്തൻ, ഞാൻ പറഞ്ഞ ലംഘിച്ചെടുത്ത ഒരുത്തനുണ്ട്. സ്വത്രം. അവൻ മാനസവൻ ഹല്ലേലൂയ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം മടങ്ങി വന്നു.
നമ്മുടെ ഭവനങ്ങളിലായാലും നമ്മുടെ ജീവിതയാത്രയിലായിരുന്നാലും ഒരു ദൈവം പറയാത്ത ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്. ഹല്ലേലൂയ. അത് ദൈവ സ്നേഹമല്ലയോ, അതുകൊണ്ട് അതൊക്കെ നമ്മളോട് ദൈവം രക്ഷിക്കും. അതൊന്നും നമ്മൾ വിചാരിക്കുന്ന അല്ല ദൈവം. ഹല്ലേലൂയ. ഇപ്പൊ ഈ ന്യൂ ജനറേഷനാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഏതോ ഒക്കെ വലിയ വ്യത്യാസം വരുത്തുന്നത് ബൈബിളിൽ ഒരു വ്യത്യാസം വരുത്തുന്നു. ഇതിലെ വള്ളിയെങ്കിലും ഒരു ജനറേഷനും വേണമെങ്കിൽ നമ്മളോടുകൂടെ ആരാധിച്ചോണം. സ്തോത്രം. ഒരു കുഞ്ഞുങ്ങളാണ്, ഒരു വളർന്നു വരട്ടെ, ഒരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഒരു ദൈവാസന്മാരെ ബഹുമാനിക്കട്ടെ, ദൈവാസന്മാരെ ശുശ്രൂഷിക്കട്ടെ. അതിൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ നീ പോയാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഒന്നും നിനക്ക് കിട്ടത്തില്ല. നല്ലപോലെ പഠിച്ചോണം. IPS കലക്ടറോ എന്തെങ്കിലുമൊക്കെ ആയാൽ എന്റെ സഭയിലെ ഒരു സഹോദരിയാണ് IPS പാസ്സായി എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചോണം. സ്തോത്രം. അതിന് കാരണമുണ്ട്, ദൈവത്തിന്റെ വചനമാണ്. അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കാൻ അറിയാൻ തിരിച്ച യഹോവയുടെ നീതി മക്കളുടെ മേലും. കണ്ട, അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കാൻ അറിയും. മക്കൾ നല്ല സ്വത്തുകാരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ പ്രകൃതിയുടെ ഇങ്ങനാണെന്ന് നിങ്ങൾ പറയരുത്. അത് കഴിയുമ്പോൾ ദൈവം എടുത്തു കളയും. അതുകൊണ്ട് അത് എന്റെ അപ്പനും അമ്മയും എന്നെ സേവിച്ചതുകൊണ്ട്, അവർ സേവിച്ചുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹത്തിലെത്താനുള്ള വഴി ദൈവം ചെയ്തു തന്നു. പെട്ടെന്ന് നിർത്താം. ദൈവ ഹവനോട് കൈനോട് ചോദിച്ചു, എന്താണ് നീ കോപിക്കുന്നത്? നിന്നെ ദൈവത്തെ പ്രസാദപ്പെടുത്താനുള്ള സമയം നിനക്ക് ഞാൻ തന്നിരുന്നു, അത് നീ വിനിയോഗിച്ചില്ല. പാവം വാതുക്കെ കിടക്കുന്നു, അത് നിന്നോടാണ്. ഹല്ലേലൂയ. ദൈവങ്ങളെ ഞാൻ പറയാം, സ്നേഹത്തോടെ ഞാൻ പറയാം. ഹല്ലേലൂയ. ശരിക്ക് ദൈവത്തെ ആരാധിക്കാതെ ആരാധിച്ച ഒരു ദിവസം ദൈവ ആലയത്തിന്റെ പുറത്ത് പോകരുത്. അതുപോലെ ആരാധിക്കാൻ കഴിവുള്ള ഒരു ദൈവാസനം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോടുകൂടി ആരാധിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ളതായ ഒരു കാര്യം കൂടി ആരാധനയിൽ ദൈവം നമുക്ക് നൽകുന്നു. ഇതെന്താ ഒന്നെന്നറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൂടെ ഞാൻ പറയാം. അവിടെ നിന്നോ, നിന്നോ. ഹല്ലേലൂയ. കുറച്ച് ദൂരം ചെന്നപ്പോ സഹോദരനെ എന്ത് ചെയ്തു? അവിടെ വല്ല അതിർത്തർക്കം വല്ല ഉണ്ടായി? നിങ്ങൾ സഹിച്ചത്, ഹല്ലേലൂയ, എനിക്ക് അറിയത്തില്ലേ, ഞാൻ പറയാം, നിങ്ങൾ സഹിച്ചത് നിങ്ങൾക്ക് ലാഭമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ ഹല്ലേലൂയ ആരാധനയാലയോ എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് ദൈവം ചോദിക്കട്ടെ. സമ്പത്തിന്റെ ഉപകാരം സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സഹിക്കണം. അത് നമുക്ക് വേണ്ട. ദൈവം നമുക്ക് എന്ത് ചെയ്യും? തരും. ഹല്ലേലൂയ. വാശിയും വൈരാഗ്യവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ വെച്ചാതെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ദൈവത്തെ പ്രസാദപ്പെടുത്തണം. ഞാൻ വരുമ്പോൾ ഹല്ലേലൂയ, ചിലരെ ഹല്ലേലൂയ, സ്തോത്രം, കണ്ണടച്ച്, ഞാനൊരു 5-6 വർഷം കണ്ണടച്ചുകൊണ്ട് മാത്രം പ്രസംഗിക്കുന്ന ആളായിരുന്നു. എന്നെ ആളുകൾ എന്നോട് കുറ്റം പറഞ്ഞു. കാരണം ഞങ്ങളുടെ സഭയിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ണടച്ചുകൊണ്ടെങ്കിരിക്കും. അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കും. ഇന്ന് ഞാൻ മിക്കവാറും ചെല്ലുന്നിടത്തല്ലേ ഞാനും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്റെ ദൈവത്തെ ആ സമയം എനിക്ക് എന്ത് ചെയ്യണം? പ്രസാദപ്പെടുത്തണം. അടുത്തത്, ഈ ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ലോകത്തിൽ അനുരൂപപ്പെടുന്നതായ ഒരാരാധന ക്രമീകരണങ്ങളും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിനും സത്യത്തിലും എന്ത് ചെയ്യണം? ആരാധിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അന്യഭാഷയിൽ പാടും. അതെന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി എന്നെ ദിവസം തോറും ദൈവം എന്റെ കെട്ടിപ്പണിയാൻ വേണ്ടി നിങ്ങൾ ദൈവസനെ ആരാധിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മുഴുവനും എന്തെങ്കിലും വാച്യമോ വൈരാഗ്യമോ എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം ഒഴുകി പോകും.
അവൾ ഒന്നും ഇരിക്കത്തില്ല. ഇരിക്കാൻ ചിലർ പറയത്തില്ലേ, ഞാനും ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഞാൻ കൈയടിക്കത്തില്ല, ഇന്ന് ഞാൻ ചെയ്യത്തില്ല, ഇന്ന് ഞാൻ മൗനമായി തന്നെ ഇരിക്കും. ഉപദേശി എങ്ങനെ ആരാധിക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് ചിന്തിക്കുന്നു ഇവിടെ അല്ലേ? ഹല്ലേലൂയ. എന്നാ ഞാൻ പറയാം, നമ്മള് ദൈവത്തെ പ്രസാദപ്പെടുത്തുന്നു. ദൈവദാസന്മാര് ദൈവത്തെ ലീഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും അനുഗ്രഹം ആവശ്യമാണ്. അവരും ദൈവസന്നിധി നിൽക്കുമ്പോൾ മോശ പറഞ്ഞു, ദൈവമേ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ കർത്താവേ ഒരു വാക്കെങ്കിലും നീ പറയാതെ എന്റെ നാവും വായും നിന്റെയാണ്. യെരമ്യാവിനോട് പറഞ്ഞു, നിന്റെ വായ എന്റെ വായ, അതുകൊണ്ട് നീ പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, യഥാസ്ഥാനം. യെരമ്യാവ് പറഞ്ഞത്, നീ ഹല്ലേലൂയ സ്തോത്രം ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവുമാണോ എന്ന് പറഞ്ഞപ്പോൾ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ അധർമ്മമായത് ഒഴിച്ച് ഉത്തമമായത് പറ. നീ അവിശ്വാസം പറഞ്ഞു തെറ്റായിപ്പോയി. അങ്ങനെ പറഞ്ഞാൽ നിന്റെ വായ എന്റെ വായാക്കി ഞാൻ തീർക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വായാണ്. സങ്കീർത്തനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ അകലത്തെ അടച്ച് വായിക്കൊരു കാവൽ നിർത്തണമേ. ആവശ്യമില്ലാത്ത ഒന്നും പറയാനെന്നെ അതിന് ഇടവരല്ലേ. ഞാൻ അവരുടെ സാധു ഭോജനം കഴിക്കാനിടയാകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ആരാധനയായി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കയ്യിന് സകല ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൻ സഹോദരനെ വഴിക്ക് വെച്ച് കൊല്ലേണ്ടി. എന്നിട്ടും അവന്റെ ഹല്ലേലൂയ സാക്ഷ്യം മാറിയില്ല. ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവന്റെ കാവക്കാരനല്ല ഞാന്, അവൻ എവിടെയോ പോയി. കാരണം ദൈവങ്ങളെ നമ്മള് ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിന് മുമ്പേ ദൈവദാസൻ പറഞ്ഞ പോലെ കുറച്ച് നാളേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭയിൽ വന്ന് കർത്തൃമേശയൊക്കെ എടുത്ത് പോയ സഹോദരി പിറ്റേ ദിവസം ഹല്ലേലൂയ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. വിശുദ്ധ ഉമ്മനമൊക്കെ കൊടുത്ത സ്നേഹത്തിൽ നമ്മളെല്ലാ കാലത്തും കാലിൽ മുമ്പോട്ട് പോകണം. കാരണം ഈ കാലഘട്ടത്തിൽ നാളെ തിരിച്ച് നിങ്ങളെ കാണാമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമത്രേ. മനുഷ്യർ വെറും നിഴൽ പോലെ നടക്കും. 90 സങ്കീർത്തനം മരണ ശുശ്രൂഷയല്ല ഞാൻ ഈ വന്നപ്പോ പറയാ. ഞങ്ങളുടെ നാടുകൾ എന്നാൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം. ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെലവാക്കാനോ ഇലവഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു. ഞങ്ങളെ അതുപോന്നല്ല. 120 അല്ലെങ്കിൽ 70 ഏറെയായാലും 80 അതിന്റെ പ്രഭാവം. അത് നിങ്ങൾ പറയരുത്. ചിലവർ 70 വയസ്സായി കഴിയുമ്പോ പിന്നെ ചാകാനങ്ങ് തുടങ്ങുക. ഓഹരിയെല്ലാം മൊക്കൊക്കെ എഴുതി കൊടുത്തു. അവസാനം അല്ലെങ്കിൽ അവർ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ സ്വത്തൊന്നുമില്ല. പിന്നെ ചിലരെ ഒരു തട്ടിപ്പിന്റെ വശം. കാരണം എന്താണെന്നറിയാം, ചിലർ പറയും, പക്ഷേ എന്റെ സ്വത്തല്ല ഞാൻ എഴുതി കൊടുത്തു, ആരെയിലൂടെ ചിലക്കൊന്നും കൊടുക്കാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കിയല്ലേ, 104 വയസ്സുള്ള ഒരു എറണാകുളത്തുള്ള ഒരു അമ്മച്ചി. അവിടെ മക്കൾക്ക് 10, 75, 80 വയസ്സ് 85 വയസ്സ് വരെ. ഞാൻ പറഞ്ഞില്ലയോ, നമുക്ക് ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹം തരാതെ വിടത്തില്ലെന്ന എന്റെ വിശ്വാസം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവമേ, ഏറ്റവും ഒന്നാമത്തെ ആഗ്രഹം ഞങ്ങളുടെ സഭ നിറച്ച ആത്മാക്കളാണ്. ഒന്നാമത്തെ ലക്ഷ്യമാണ്. കാരണം നമ്മൾ അതിനുവേണ്ടി നിൽക്കും. ഞങ്ങൾ താമസിക്കുന്ന കണ്ണൻകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഒരു കുടുംബം, കൂട്ടുകുടുംബക്കാർ 5-10 പേരില്ലാത്തൊരു കുടുംബമില്ല. അതിലൊരു 10 കുടുംബത്തെ കിട്ടിയ ഞങ്ങളുടെ ഓടിൽ ഇരിക്കാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ അധികം ഒന്നും വേണ്ട കർത്താവേ, ഒരു 10 കുടുംബത്തെ നീ തന്നാ മതി. ഒരാത്മാവ് സകല ലോകത്തേക്കാൾ എന്താ. എന്റെ മോനോട് ഒരാൾ ചോദിച്ചു, 40 വർഷം കർത്താവിന്റെ വേല ചെയ്തിട്ട് ഒന്നും അവനെ മറുപടി ഒന്നും പറയാൻ പോയില്ല. ഞാൻ പിന്നെ ഹല്ലേലൂയ സ്തോത്രം വാട്സപ്പിൽ കൂടെ അവർക്ക് മറുപടി ഒരു കേട്ട് കാണുമായിരിക്കാം. ഉദ്ദേശിമാരെ കാണുന്നുണ്ട്. പിന്നെ അവരുടെ ആരേലും
ബന്ധുക്കള് വിദേശത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവിടെ കൊണ്ടുപോയി വല്ലതും അത് ഇന്നത്തെ കാലത്ത് പോയിട്ട് ഗുണമൊന്നുമില്ല. ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ. കഴിഞ്ഞ ആഴ്ച ഞാൻ വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികൾ എങ്ങനെയും നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് അവർക്ക് വീടും നന്മയൊക്കെ വരാൻ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ കഴിവില്ലാത്ത ആളുകൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 40 വർഷം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു, വീടും കൂടുമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു സഭയെ ഹല്ലേലൂയ സ്തോത്രം, വലിയ വലിയ ലക്ഷങ്ങൾ വരുമാനമുള്ള സഭകളിലൊന്നും അല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ മലബാറിൽ കർത്താവിൻ്റെ 30-35 വയസ്സ് ഹല്ലേലൂയ വർഷം കർത്താവിൻ്റെ വേല ചെയ്തൊക്കെ പാവപ്പെട്ട ഹല്ലേലൂയ നിവൃത്തിയില്ലാത്ത ആളുകളുടെ ഇടയിലാണ്. ദൈവമക്കളെ, ഞാനൊരു സത്യം കൂടെ പറയാം, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഭക്ഷണം കൊടുക്കും. അതെ, കഞ്ഞിയല്ല, വയറല്ല, കോഴിയിറച്ചി, ചോറും ഒരു സാമ്പിളും. ഇന്ന് 2 ദിവസം ഞങ്ങളില്ലാത്തതുകൊണ്ട്, 2 ആഴ്ച ഞങ്ങളില്ലാത്തതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ്. സ്വത്രം ഹല്ലേലൂയ. അത് അതിന്റെ വരുമാനം അവിടെ ഇല്ല. എന്നാലും ഞങ്ങള് അവർ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വിചാരിക്കും, ദൈവമേ അവരിന്ന് ഭക്ഷണം കഴിക്കാണല്ലോ പോയത്. കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. യേശു പറഞ്ഞു 3 ദിവസം നമ്മുടെ കൂടാണ്, ഇവരിതാ പഴി വെച്ച് വീണ് പോകുമോ എന്ന്. ഹല്ലേലൂയ സ്വത്രം. ഞങ്ങളൊക്കെ പ്രായമാണ്. എൻ്റെ ഭാര്യ മിക്കവാറും പറയും, ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങളല്ല, 10 പേരുണ്ടെങ്കിൽ അവിടെ 50 പേരുടെ ഭക്ഷണവും കഴിച്ചാല് വാലിയ ഉണ്ടാക്കിയാലും ഒക്കെ കുറച്ച് പേർക്ക് കൊടുത്തു വിടണം. പിന്നെ എങ്ങനെ സമ്പാദിക്കും? സമ്പാദ്യ മാർഗമല്ല സുവിശേഷ വേല. ഞാൻ വിട്ടവനാണ്, വിട്ടിറങ്ങിയതാണ്. ഹല്ലേലൂയ. വിട്ടപ്പോൾ പശു ഉണ്ടായിരുന്നു, ഹല്ലേലൂയ, കോഴി ഉണ്ടായിരുന്നു, കുറച്ച് താറാവുണ്ടായിരുന്നു, എല്ലാം വിട്ടേച്ച് ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ചോണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. അത് സ്വർഗത്തിന് സാക്ഷിയാണ്. മറ്റാരും മറ്റേ ആളുകളുടെ ഇടയിൽ നമ്മളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ആരും ബഹുമാനിക്കത്തില്ല. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സൈക്കിൾ ചവിട്ടുന്ന നല്ലതാണല്ലോ, ഈ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് എൻ്റെ പാവം പറഞ്ഞു, ഒരു ഭാഷ ഇത് മോശമാണ്, നിന്നെ ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല. കാരണം ആളുകൾ ഇന്ന് സമർത്ഥിയാണ് ആഗ്രഹിക്കുന്നത്. കഴിവില്ലാത്തൊരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലും കേട്ടത്. അങ്ങനെയായി ഞാനിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു വസിച്ച ഒരു കുടുംബം വണ്ടിയെ പോകുന്നു, ഏതൊക്കെ ഒന്ന് നിർത്തി മുഖത്ത് നോക്കിയിട്ടുണ്ട്. കാരണം എന്തോ ഇയാൾ ഒരു ഗതിയും എത്തിയില്ല. ദൈവങ്ങളെ ഒന്നുമില്ലാതെ ഹല്ലേലൂയ ദൈവദാസന്മാരാണ്, ദൈവദാസന്മാര്. ഞാൻ ഇപ്പം നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന് നിങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ഷർട്ടോ ഒരു പാന്റോ തുണിയൊക്കെ മേടിച്ചു കൊടുത്താൽ ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം അത് ഇട്ടുകൊണ്ടൊരു പ്രസംഗമൊക്കെ നടത്തുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണ്ട് എന്തുവാ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുക. കഴിവില്ലാത്ത എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ഞാനത് കൈവച്ചുകൊണ്ട് 100 സ്തോത്രം പറയും. കഴിവുള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്താലും അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. കാരണം അതിനൊക്കെ അപ്പുറത്ത് അവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് അങ്ങനെ തന്നെയായി. ഹല്ലേലൂയ. അവന് വിശന്നപ്പോൾ അച്ഛയുടെ അടുക്കൽ ഓടിപ്പോയി, അത്തിപ്പഴം വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. അവിടെ ഒന്നുമില്ല. വിശന്ന് യേശു 2 പ്രാവശ്യം വിശന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് സാത്താൻ പരീക്ഷിച്ചപ്പോൾ, മറ്റൊന്ന് യഥാർത്ഥമായിട്ട് വിശന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാമല്ലോ. കാരണം നല്ലപോലെ വിശക്കുമ്പോൾ കൊണ്ട് വരിഞ്ഞ് മൂറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൈവദാസന്മാര് പൈപ്പിലെ വെള്ളം കുടിച്ച് പിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനായ ദൈവത്തെ സ്തുതിക്കും. ദൈവദാസന്മാരെ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണം. ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇരുന്ന സഭയിൽ കർത്താവെ വിശ്വാസികൾ എങ്ങനെയുണ്ട്, അവര് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ നോക്കുന്നത്.
കാരണം എന്താന്ന് ചോദിച്ചാൽ അവര് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് എന്ത് ചെയ്യരുത്. ഞാനിപ്പോ ശ്രദ്ധിക്കുന്ന സഭയിലും ഇനി വീടില്ലാത്തൊരു വളരെ ചുരുക്കമാണ്. ദൈവസന്നിധി കരയും, കർത്താവേ നിന്നെ സേവിച്ചു, അവര് തന്നെ സാക്ഷി പറയണം, ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു, ദൈവം എനിക്ക് തന്ന വീട് കണ്ടോ, ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദപ്പെടുത്തുന്നവരായി തീരാം. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ പ്രസാദപ്പെടുത്താൻ നമുക്ക് കഴിയുമോ അതിനവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇപ്പം പഴയ കാലത്ത് ഒരാടിനെ കൊണ്ടുവന്നു, പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുക്കൽ വരെ ചെന്ന് എത്തിയപ്പോൾ ആടങ്ങിയെത്തി. പുരോഹിതനൊന്നും ചെയ്യാൻ പറ്റില്ല. പുരോഹിതന്റെ അടുത്ത് എത്ര കൈക്കൂലി കൊടുത്താലും, അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് 3 ദിവസം കൊണ്ട് ആടിനെ കൊണ്ട് നടക്കുക, എങ്ങനെയും ഒന്ന് വന്നാൽ പുരോഹിതൻ പറയും ചെയ്യത്തില്ല. അതിന് ജീവൻ വേണം, നമുക്കൊരു ജീവൻ വേണം. കൈയടിക്കണം, പാട്ട് പാടണം, അല്ലെങ്കിൽ പറയണം, സാക്ഷി പറയണം. എന്താ ഈ സാക്ഷി പറയണമെന്ന് പറയുന്നത്? ഇവിടെ ദൈവമുണ്ട്. 2 3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ സാക്ഷി പറയുന്നത് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഹല്ലേലൂയ. ആരും കേട്ടില്ലേലും എന്റെ ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ. ഈ കഷ്ടകാലത്ത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കഷ്ടകാലത്ത് ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. എന്റെ ജീവിതം അനുഭവം ഞാൻ പറയാം. എന്റെ കഷ്ട സമയത്ത് ഞാൻ പതറിപ്പോകാതെ അവിശ്വാസിയാകാതിരിക്കാൻ എന്നോട് കൂടെ തന്നെ ഇരുന്നു. അതാരാണെന്നോട് ഞാൻ പറഞ്ഞ വാക്കുകൾ നിർത്തുക. ആരാ? എല്ലാവരുടെയും കഷ്ടകാലത്ത് നമുക്ക് കഷ്ടമുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ദൈവം തന്റെ ഭാര്യമാരെ ഏൽപ്പിക്കും. അല്ലാതെ ആരും ഈ സ്നേഹം വളരുന്ന എന്തിനാ? എന്റെ ഭാര്യ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഹല്ലേലൂയ ശുശ്രൂഷ എനിക്ക് വളരെ ഫലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ എൻ്റെ ആയുസ്സിനെ കൊടുക്കല്ലേ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചു കാലം കൂടെ എന്നെ കൂടിയിട്ടേക്കണം. സ്നേഹം വളർന്നു. ഭാര്യമാരുടെ വില നമ്മൾ മനസ്സിലാകുന്ന അതുപോലെ ഹല്ലേലൂയ ഭർത്താക്കന്മാരുടെ വില ഭാര്യമാരും തിരിച്ചറിയുന്നത് ഹല്ലേലൂയ അറിയുന്ന ഒരു സമയമുണ്ട്. അതാണ് സ്നേഹത്തിന്റെ പൗലോസ് പറയുന്നത്, സ്നേഹത്തിന് അടിസ്ഥാനമിട്ട് സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം സകല വിശുദ്ധന്മാരോട് കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ദൈവദാസന്മാരും ദൈവമക്കളെല്ലാവരും ഏറ്റവും സ്നേഹമുള്ളവരായി ഹല്ലേലൂയ തീരണം. നമുക്ക് ദൈവത്തെ പ്രസാദപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവിന്റെ വരവ് സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വരും. ഹല്ലേലൂയ. സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളാൻ വീണ്ടും മടങ്ങി വരും കർത്താവ്. ഇപ്പൊ കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ ആരും മരണത്തിലേക്ക് പോകേണ്ടി വരികയില്ല. നമ്മൾ ഇന്നുവരെയും ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു. കൈവിടപ്പെട്ടു പോകല്ലേ, കൂത്തുകാഴ്ചയായി തീരല്ലേ, കർത്താവിനെ പ്രസാദപ്പെടുത്തി ഇങ്ങോട്ട്